ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഹോം വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഞാൻ മുഷി വളർത്തുന്ന കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുഷിയെ ഗ്രില്ല് ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇന്ന് മുഷിയെ പിടിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിലുള്ള വെള്ളമെല്ലാം കളഞ്ഞിട്ട് മുഷിയെ പിടിക്കുക എന്നാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്. അവരെത്തുന്നതിന് മുമ്പ് തന്നെ മുഷിയെ പിടിച്ച് വെക്കണം. കാരണം മുഷി 15 to 18 മണിക്കൂർ വരെ കരയിൽ ജീവനോടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് പഠനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ നേരത്തെ തന്നെ ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ പിടിച്ചിടാമെന്ന് കരുതി ഓരോന്നായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുഷി ആയതുകൊണ്ട് തന്നെ നോക്കി അങ്ങോട്ട് കൊണ്ട് നടന്നില്ലെങ്കിൽ അത് പെടഞ്ഞ് തട്ടിത്തെറിപ്പിക്കുക. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഓരോന്നും ചെയ്തത്. അങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ള ആദ്യത്തെ ഒരു മുഷിയെ നമ്മൾ പിടിച്ചു. അടുത്തിഞ്ഞ് ബാക്കി പിടിക്കാനായിട്ട് പോവാം. നമ്മുടെ മുഷി എന്ന് പറയുന്നത് നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ഫിഷാണ്. അപ്പോൾ അത് നമ്മുടെ ബക്കറ്റിലായാലും എന്തിട്ട് പിടിക്കാൻ നോക്കിയാലും അതിലൊന്ന് കയറി വന്നാലും ചറുക്കി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ നോക്കുകയാണ്. എൻ്റെ അനിയനാണ് ഫോൺ ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവനോട് ഒരു നെറ്റ് എടുത്ത് തരാനായിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ ഫോണിനെ എടുത്ത് ഫിഷ് ടാങ്കിനകത്തിട്ട്. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ പെട്ടെന്ന് അത് എടുത്തത് ഉടനെ തന്നെ ഞാനൊരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി. ഭാഗ്യത്തിന് ഒന്നും ചെയ്തില്ല. അപ്പോൾ ബാക്കി ഉള്ള മുഷികളെയും കൂടെ ഞാൻ പിടിച്ചു. ഇനി കുറച്ച് മുഷി ഞാൻ ബാക്കി ഇട്ടിട്ടുണ്ട്. അത് ഇനി വേറൊരു ദിവസം ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തി. എന്നിട്ട് മീൻ കട്ട് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാലേ ഇത് പെട്ടെന്ന് കഴിയുള്ളൂ എന്നറിയാം. മുഷിയൊക്കെ കട്ട് ചെയ്യാനും അതിൻ്റെ തൊലി ഉരിച്ചെടുക്കാനൊക്കെ വളരെ പാടാണ്. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ തല വെട്ടിയെടുത്തിട്ടും അതിൻ്റെ വാലിരുന്ന് അനങ്ങുന്നുണ്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അടുത്തിഞ്ഞ് ക്ലീനിങ് ആണ്. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് മുക്കിയെടുത്ത് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിന്ന് ഉരിച്ചെടുക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ സ്കിന്ന് ഉരിച്ചെടുക്കൽ ഭയങ്കര പരിപാടിയാണ്, കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ എന്നാലും നമ്മൾ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവന് ഒരെണ്ണം എന്തായാലും നമുക്ക് സ്കിന്നോടെ ട്രൈ ചെയ്യാം, നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മതി എന്ന്. അപ്പോൾ ഒരെണ്ണം അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ, അതായത് കല്ലുപ്പാണ് നമ്മൾ യൂസ് ചെയ്തത്, പരലുപ്പ് യൂസ് ചെയ്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും തടവി നന്നായിട്ട് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നു. അതായത് എന്തെങ്കിലും കെമിക്കൽസോ വിഷമോ അതിലുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തു. അടുത്തത് ചൂടാൻ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ചെയ്തുകൊണ്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്തൊക്കെ ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കും.
അപ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് മസാല പുരട്ടുകയാണ്. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞു. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇടുക. നമ്മൾ ഇത്തിരി എരിവ് കൂട്ടി തന്നെ ഇട്ടു. പിന്നെ അത്യാവശ്യം നന്നായിട്ട് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ചെറുനാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക. പക്ഷേ നമ്മളിതിൽ മറന്നുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ മസാലയൊക്കെ പിടിക്കാനായിട്ട് വെട്ടിട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അത് ഇതിന് ശേഷം ചെയ്യുന്നുണ്ട്. എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ മസാല പിടിക്കാനായിട്ട് വെട്ടിട്ട് കൊടുക്കുന്ന ഒരു ഓർമ്മ വന്നപ്പോൾ അത് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും വെട്ടി മസാല എല്ലാം തേക്കാൻ തുടങ്ങി അകത്തേക്ക്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ തേച്ച് അത് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ കയറ്റി നമ്മൾ ഒന്ന് ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം നമ്മൾ അത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ മാരിനേഷൻ കഴിഞ്ഞു, ഇനി അത് ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരും. താങ്ക്